കണ്ടില്ലേ? കൈകൂപ്പുന്നത് കേരളത്തിലാണ്. ഒരു അന്യ സംസ്ഥാന വണ്ടിയുടെ ഡ്രൈവർ കൈകൂപ്പി യാചിക്കുകയാണ്, എന്നെ തല്ലരുത്, എന്റെ വണ്ടി ഇല്ലാതാക്കരുത്. സാംസ്കാരിക കേരളത്തിൽ നടന്നതാണ്, തൃശ്ശൂര് നടന്നതാണ് ഇന്നലെ. എന്താണെന്നറിയോ? വണ്ടി ആക്സിഡന്റ് ആവുന്നതൊക്കെ എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. എല്ലാ വണ്ടിയും ആക്സിഡന്റ് ആവും. അതിന് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ഓടിച്ചാലും അല്ലാത്ത ഡ്രൈവർ ഓടിച്ചു കഴിഞ്ഞാലും വണ്ടി ആക്സിഡന്റ് സ്വാഭാവികം. ഇന്നലെ പളനിയിൽ നിന്ന് വന്ന ഒരു തീർത്ഥാടകരുടെ ടൂറിസ്റ്റ് ബസ്സിൽ ഈ അന്യസംസ്ഥാന ലോറി ഒന്ന് തട്ടി. അതിന് കുറെ പ്രബുദ്ധരായ ആ വണ്ടിയിലിരുന്ന പളനിയിൽ പോയവര്, അതായത് പളനിയിൽ ദൈവത്തിനെ കാണാൻ പോയവര് ഇറങ്ങി വന്നിട്ട് ആക്രമിക്കുകയാണ്. ആ വണ്ടി അടിച്ചുടച്ച്, ആ ഡ്രൈവറിനെ തല്ലിച്ചതച്ച്, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്ലീനറിനെ തല്ലിച്ചതച്ച്, എന്നിട്ട് അതിൽ ഇരുന്നിട്ട് ഒരു അമ്മച്ചി പറയുകയാണ്, ഞങ്ങൾ പളനിയിൽ നിന്ന് വന്നതാണ്, ഞങ്ങൾ പളനി പോയിട്ട് വന്നതാണ്. എൻ്റെ പൊന്നാരമ്മച്ചി, പളനി പോയിട്ട് വന്നാന്ന് പറഞ്ഞിട്ട് ലോറിക്ക് വല്ല ഇതുകൊണ്ടോ? നിങ്ങൾ പളനി പോയിട്ട് വന്നാന്ന് പറഞ്ഞിട്ട് ആക്സിഡന്റ് നടക്കാൻ പാടില്ല, തട്ടാൻ പാടില്ല എന്നുണ്ടോ? നമ്മുടെ റോട്ടിൽ വണ്ടി ആവുമ്പം തട്ടും മുട്ടും കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ഈ കാണിച്ച തന്തയില്ലായ്മത്തനത്തിന് എന്താ പറയുക? അദ്ദേഹത്തിന്റെ വണ്ടി അടിച്ചൊടിക്കുക, അല്ലെങ്കിൽ ആ ക്ലീനറിനെ, ആ ഡ്രൈവറിനെ തല്ലിച്ചതയ്ക്കുക. ഇതൊക്കെ എന്താണ്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇതൊക്കെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് തന്നെ മോശം വരുത്തുന്ന രീതിയാണ് കാണിച്ചത്. എന്തായാലും നമ്മുടെ നാട്ടിലെ യുവ ചെറുപ്പക്കാരുണ്ടല്ലോ, അവര് ഇടപെട്ടിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്ത്, അതിനൊന്നും പറയാനില്ല, നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തത്. പക്ഷെ എന്തായാലും ഈ കാണിച്ച തോന്നിവാസം ഉണ്ടല്ലോ, വളരെ മോശമായിപ്പോയി. ഒരു മനുഷ്യൻ കൈകൂപ്പി നിന്നിട്ട് അടിക്കരുത്. അദ്ദേഹമൊക്കെ എന്ന് പറഞ്ഞാൽ ദിവസക്കൂലിക്ക് ഓടുന്നതാണ്. ഇനി ഈ വണ്ടിയിൽ നിങ്ങൾ അടിച്ച് പൊളിച്ച് അല്ലെങ്കിൽ തല്ലിച്ചതച്ച് അതിന്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇതാക്കിയില്ലേ, നീ ആ പാവപ്പെട്ടവന്റെ പൈസയിൽ നിന്നാണ് ഇതെല്ലാം വാങ്ങി കൊടുക്കേണ്ടത്. മനസ്സിലായല്ലേ? ആദ്യം മനസ്സിലാക്കേണ്ട, ഈ ആക്സിഡന്റ് എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിലല്ലേ, ഈ ലോകത്തിന്റെ എവിടെയാണെങ്കിലും ഈ ആക്സിഡന്റ് നടക്കും. നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാലും, എത്ര ഇനി സുരക്ഷിതമായിട്ട് ഓടിച്ചു കഴിഞ്ഞാലും ആക്സിഡന്റ് നടക്കുന്നതാണ്. പക്ഷെ ഈ തോന്നിവാസമൊക്കെ ഉണ്ടല്ലോ, ഇത് കടത്തുപോയി. ഇത് കാണിച്ച ഏവനാണെങ്കിലും സത്യം പറഞ്ഞാൽ അവന്റെ ഫോട്ടോ കിട്ടിയെങ്കിൽ, ആ ഡ്രൈവർ എന്ന് പറയുന്ന അവന്റെ ഫോട്ടോ കിട്ടിയെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്ത് 10 തെറിയും വിളിച്ചേനെ അവന്. അല്ലാണ്ട് എന്തോ പറയാനാ? പളനി പോയിട്ട് വന്ന വണ്ടി ആയതുകൊണ്ട്, പളനിയിൽ പോയത് കൊണ്ട് ഇടിക്കാൻ പാടില്ല എന്നുണ്ടോ? ആക്സിഡന്റ് ആവും, വണ്ടിയല്ലേ. ഇത് പറയാനാണ് ഹോളികളെയൊക്കെ ഒക്കെ കാണിച്ച തന്തയില്ലായ്മത്തിന് ചെവിടടക്കം പൊട്ടിക്കേണ്ടതാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 പൊട്ടിക്കേണ്ട കാര്യ. എന്താ പറയുക നായ്ക്കള, അല്ലാണ്ട് എന്താ പറയണ്ട അല്ലേ?